ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു ടൈംലെസ് 3 കാർഡ് ടാരോ ഗൈഡൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ നഷ്ടമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ആ ഒരു ഗ്രീവിങ് പീരീഡിലായിരുന്നു. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് മതി, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ആ ഒരു പാസ്റ്റിൽ ജീവിക്കുന്ന ആ ഒരു പ്രവണത ഇവിടെ നിർത്തണം. അതെന്തുകൊണ്ടാണ് നിർത്തണം എന്ന് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഇനിയും അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ദോഷമായി വരും. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് നിങ്ങൾ പിന്നെ അട്രാക്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങളുടെ എനർജി വളരെ ലോ വൈബ്രേഷനിലായി പോകുമെന്ന് മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് അയക്കുന്നതാണ് ഈ ഒരു സമയത്ത്. നല്ല നല്ല മാറ്റങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് അല്ല, നിങ്ങൾ പാസ്റ്റിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ ഈ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ വേദനിപ്പിച്ച ഒരു പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ കാര്യം, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം. അതിനെ മറന്നു കളയൂ. അത് കഴിഞ്ഞു പോയി. അതിന് നിങ്ങൾക്ക് എത്ര നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചാലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അത് മാറാൻ പോകുന്നുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞു പോയി. അപ്പം അത് നമുക്ക് ഉള്ളതല്ല. നമുക്കുള്ളതാണെങ്കിൽ അത് എന്തായാലും അത് നടക്കുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അത് അങ്ങനെ ഓർക്കുക. ഓക്കെ, ഇത് എനിക്കുള്ളതാണെങ്കിൽ അതിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നോളും. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലൊക്കെ ആ വ്യക്തി എനിക്കുള്ളതാണെങ്കിൽ അവർ തിരിച്ചു വരും. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് വിഷമിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മെൻറ്റാലിറ്റിയാണ് വേണ്ടത്. ഓക്കെ, എത്രയും പെട്ടെന്ന് ഈ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം. ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറുക. കാരണം നിങ്ങളുടെ എനർജി ഓരോ ദിവസം ചെല്ലുന്നതും ലോ വൈബ്രേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് തന്നെ ദോഷമാണ് കൊണ്ടുവരിക.